എന്നോട് പറഞ്ഞു, ഒന്നീ ഇതിനെ കൊണ്ട് കളയണം, ഒന്നീ ഓച്ചറ കൊണ്ടല്ല, അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്തി. 92 വയസ്സുണ്ട് അമ്മയ്ക്ക്. കാലം മാറിയപ്പോൾ മക്കൾ മാറി, അമ്മയ്ക്ക് ആ പഴയ സ്ത്രീ ആകാനേ കഴിഞ്ഞുള്ളൂ. അവസാനം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാ, ഇതിനെ എവിടെങ്കിലും കൊണ്ടാക്കണം. സ്വന്തം ഞാൻ ഒറ്റ മോളാണ്, ആണും പെണ്ണായിട്ട് ഒറ്റ മോളാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവൂലേ? അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു സംഭവം. അപ്പോൾ അന്നോട്ട് ഞാൻ ആലോചിക്കുന്നില്ല അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോകണം. പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പോയാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും. അമ്മയ്ക്ക് വല്ല വേറെന്തെങ്കിലും മാനസികമായ അസുഖം ഉണ്ടാകും. പിന്നെ ഞാൻ ആലോചിച്ച് ഞാനിവിടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷം. അങ്ങനെ ഞാൻ ചോദിക്കും, നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പം, നീ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എവിടെ വേണേലും വന്നോളാം. മക്കൾ 2 പേരും കൂടെ വന്നു. അവരോട് നമ്മുടെ അമ്മ കാണാതെ പോയി. മക്കളെ വളർത്തി, അവരുടെ കൊച്ചുമക്കളും അവരെയും പൊന്നുപോലെ വളർത്തിട്ട് ആ മക്കൾ ഈ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കാണാതെ പോയി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. വരുമ്പോൾ അമ്മ ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അവരിപ്പോൾ വരും. പക്ഷെ വൈകുന്നേരം വരെ അമ്മ നോക്കി അവർ വരുമെന്ന് ഓർത്ത് വന്നില്ല. പിന്നെ ഇതൊരവസ്ഥയാണ്, വാർദ്ധക്യം. ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട്, എന്നെ നോക്കാൻ ആരുണ്ടാവും? ഞാൻ പറയാം, ഗാന്ധി ഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിലേക്കാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു അവസ്ഥ വരാനുള്ളതാണ്. ഈ എന്താ പറയുക, പെട്ടെന്ന് നടന്നു പോകുന്ന വഴിക്ക് അറ്റാക്ക് വന്ന് മരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാം. പക്ഷേ അങ്ങനെയല്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലുമൊക്കെ നോക്കിയേ പറ്റുള്ളൂ. അപ്പം നമ്മൾക്കും നാളെ ഇതുപോലൊരു കാലമുണ്ട് എന്ന് തിരിച്ചറിയണം എപ്പോഴും. ഇപ്പം ഈ സ്ത്രീ, ആ ചേച്ചി, അവരുടെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അമ്മ കുറച്ച് പൊസസീവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും മറ്റുള്ളവർക്കൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവുക. പിന്നെ കിടക്കുന്ന ഒരാളെ ഒത്തിരി നാൾ നോക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാലും നല്ല മനസ്സുള്ള ഒരു മകളാണ് ആ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒറ്റ കാര്യം ഓർക്കണ്ടു, ഇന്ന് ഈ അമ്മയ്ക്കാണെങ്കിൽ നാളെ നമുക്കാണ്. അപ്പം നമ്മൾ നമ്മുടെ പാരൻസിനോട് എന്ത് ചെയ്തു എന്ന് നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട്. അത് മാത്രം ഓർത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ ഒന്നും ചെയ്യില്ല. എന്തായാലും നല്ലൊരു മകളെ കിട്ടിയ ആ അമ്മയുടെ ഭാഗ്യം.